എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ സെൻഗോക്കു ഗോമയുടെ അടുത്തേക്ക് വന്ന് പറയും, ഐ എം സോറി സ്ട്രോഹാർ ലൂഫി, അവനും അവന്റെ ടീമും ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അവിടെയുള്ള എല്ലാവരും അത് കേട്ട് ഷോക്കാവും. കാർപ്പിനാണെങ്കിൽ അത് കേട്ട് ചിരി വരും. സെൻഗോക്കു പറയും, ഇത് വില കൊടുത്തിട്ടാണെങ്കിലും സ്ട്രോഹാർ ലൂഫിയാൻ ടീമിനെ ഞങ്ങൾ കണ്ടെത്തും. കാർപ്പിനാണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ തള്ളൊക്കെ കേട്ട് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയാൻ ടീം ആണെങ്കിൽ വളരെ കാര്യമായിട്ട് എന്തോ ചെയ്യാണ്. കമോൺ കമോൺ, നിന്നെ കൊണ്ട് പറ്റും, നീ അത്രയും ഫോക്കസ്ഡ് ആണ്, ഷാർപ്പാണെന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാണ്. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. നമ്മുടെ ചെക്കന്മാരെല്ലാവരും ചേർന്ന് ചൂണ്ടയിടാണ്. ഒരുപാട് നേരം മീനൊക്കെ പിടിച്ച് ഇപ്പൊ ലൂഫി അവൻ തളർന്നിരിക്കുകയാണ്. അവൻ നാമിയോട് ചോദിക്കും, നാമി നമ്മൾ എപ്പോഴാണ് ഫിഷർമാൻ ഐലാൻഡിലേക്ക് അവിടേക്ക് എത്തുക? അതിനവള് പറയും, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ്, നമ്മൾ ഓൾമോസ്റ്റ് അവിടേക്ക് എത്താനായി കഴിഞ്ഞു. ലോഗില് എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. നല്ല അടിപൊളിയായിട്ടുള്ള മർമെയ്ഡ്സിനെ അവറ്റകളെ നമ്മൾ കാണാൻ പോവാണെന്ന് പറഞ്ഞ് അവനിപ്പോ തുള്ളിച്ചാടും. അപ്പോഴായിരിക്കും അവര് കടലിലൊരു കാര്യം നോട്ട് ചെയ്യുക, ഒരുപാട് മീൻ ഇപ്പോ അവരുടെ കപ്പലിന്റെ അടുത്തൂടെ നീന്തി പോവാണ്. അത് കാണേണ്ട താമസം നമ്മുടെ ആൾക്കാർ വീണ്ടും ചൂണ്ട വലിച്ചെറിയും. പക്ഷെ നാമിക്ക് അവൾക്ക് മാത്രം അതുകൊണ്ട് എന്തോ ഡൗട്ട് തോന്നും. നാമിയും സോറോയും അവർ രണ്ടുപേരും മുകളിലേക്ക് നോക്കും. ഓ മൈ ഗോഡ്, അത് സംഭവിച്ചു കഴിഞ്ഞു എന്നവൾ പറയുമ്പോഴേക്കും ക്ലൈമറ്റ് ഒക്കെ ചേഞ്ചായി അവരുടെ തൊട്ടു മുൻപില് ഒരുപാട് ചുഴികൾ കടലിൽ രൂപപ്പെട്ടു വരുന്നതായിട്ട് അവർ കാണും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. പക്ഷെ ലൂഫിക്ക് മാത്രം അത് കുറച്ച് ഇഷ്ടമാവും. ചുഴിയുടെ കൂടെ തന്നെ ഇപ്പൊ ചുഴലിക്കാറ്റും അവിടെ ഫോം ചെയ്യാൻ തുടങ്ങും. നാമി പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, കപ്പലോ നമ്മളോ ഒന്നും തന്നെ ഇതിൽ പെട്ടുപോവാതെ എങ്ങനെയെങ്കിലും ഈ ഭാഗം മറികടന്ന് അപ്പുറത്തേക്ക് പോകണം. ഇവിടെ സാഞ്ചി ആണെങ്കിൽ റഡാർ തിരിക്കാൻ ശ്രമിക്കും, പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. അപ്പോഴായിരിക്കും ഒരു ടൊർണാഡോ കപ്പലിനെ ലക്ഷ്യാക്കി വരിക. അതിന്റെ പിന്നാലെ വീണ്ടും ഒരുപാടെണ്ണം. സോറോ ചാടി വീണ് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ടൊർണാഡോകളെ വെട്ടിവീശും. സാഞ്ചി ആണെങ്കിൽ അവൻ കഴിവതും ശ്രമിക്കും, പക്ഷെ അവനെ കൊണ്ട് ആ റഡാർ തിരിക്കാൻ കഴിയില്ല. ഒരുപാട് ടൊർണാഡോസ് ഇപ്പൊ ആ കപ്പലെ ലക്ഷ്യാക്കി വന്നുകൊണ്ടേയിരിക്കും. സോറയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവറ്റകളായിട്ട് പൊരുതാൻ കഴിയില്ല. അപ്പോഴായിരിക്കും ബ്രൂക്ക് അവൻ അവിടേക്ക് ചാടി വന്ന് ആ ടൊർണാഡോസ് മുഴുവൻ അറഞ്ചം പുറഞ്ചം വെട്ടിത്തെറിപ്പിക്കുക. അവൻ ആ ടൊർണാഡോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതിപ്പോ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അവനത് പറയുമ്പോ തന്നെ 3 ടൊർണാഡോസ് ഇപ്പൊ കപ്പലിലേക്ക് വരും. അതിന് ലൂഫി അവൻ എടുത്തു ചാടി അവന്റെ ഗം പിസ്റ്റൽ ഉപയോഗിച്ച് ആട്ടിച്ച് തെറിപ്പിക്കും. ഫ്രാങ്കി പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് മോഡ് എൻഹാൻസ് ചെയ്ത് കപ്പല് മുകളിലേക്ക് പറത്താം. ഫ്ലൈ ചെയ്ത് മാത്രമേ നമുക്ക് ഈ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. ആമി പറയും, വേണ്ട വേണ്ട, നമുക്ക് മുകളിലേക്ക് ഇങ്ങനൊരവസ്ഥയെ പറക്കാൻ കഴിയില്ല. നമ്മൾ കടലിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന തീർച്ചയായിട്ടും ആ ടൊർണാഡോ നമ്മളെ അടിച്ചു തെറിപ്പിക്കും. സോ ഈ കടലിലൂടെ തന്നെ നമ്മുടെ രക്ഷപ്പെട്ട് മുൻപോട്ട് പോകണമെന്ന് പറയും. പക്ഷെ ചോപ്പറിനാണെങ്കിൽ അതുകൊണ്ട് പേടിയാവാൻ തുടങ്ങും. കാരണം അവിടെ മുഴുവൻ കുഴികളും ടൊർണാഡോസും മുഴുവനായിട്ടും സ്പ്രെഡായി കിടക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യം മനസ്സിന്റെ ധൈര്യമാണ്, അത് ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ് അവൻ വയലിനൊക്കെ എടുത്ത് പാട്ടുപാടാൻ ആരംഭിക്കും. അങ്ങനെ വമ്പൻ അഡ്വഞ്ചർ ഒക്കെ എടുത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഒരു വിധത്തില് ആ റെഡ് ലൈൻ്റെ അടുത്തെത്തി. അപ്പോഴായിരിക്കും വലിയൊരു അല അവരെ നോക്കി വരുന്നത് കാണുക. ആമി കൂളായിട്ട് ഇപ്പൊ ഫ്രാങ്കിയോട് പറയും, ഒന്നും നോക്കാനില്ല, കപ്പൽ ആ ഒരു അലയിലേക്ക് കൊണ്ടുപോകും. അടുത്ത സെക്കൻഡ് ഫ്രാങ്കി അവൻ ബൂസ്റ്റർ യൂസ് ചെയ്ത് ആ അലയിലൂടെ കപ്പൽ മുകളിലേക്ക് കുതിച്ചു പായിക്കും. അവർക്കാണെങ്കിൽ അവരുടെ ഈ ഒരു അച്ചീവ്മെന്റ് അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവര് കടന്നു വന്നത് ഒരു റെഡ് ലൈനിലൂടെയാണ്. ഇപ്പൊ വീണ്ടും ഒരു റെഡ് ലൈൻ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഫ്രാങ്കിയും റോബിനും ആണെങ്കിൽ ചെറുപ്പത്തില് ഈ ഗ്രാൻഡ് ലൈനിലേക്ക് വന്ന കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് ഓർത്തെടുക്കാൻ തുടങ്ങും. ലൂഫിക്ക് ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷമാണ്. യാഹൂ, അങ്ങനെ ഒരു വിധത്തില് ഞാൻ ഗ്രാൻഡ് ലൈനിലെത്തി, ഞാൻ കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. അടുത്തതായിട്ട് നമ്മുടെ ആൾക്കാർക്ക് പോവേണ്ടത് ആ മേരി ചോയ്സ്, അതായത് ഗവൺമെന്റിന്റെ വലിയൊരു ഹെഡ്ക്വാർട്ടേഴ്സ്. എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാര് ആ ഒരു ഭാഗം അത് കടന്നു പോകണം. നേവിക്കാരുടെ കയ്യിൽ പെട്ട പിന്നെ ഒരു കാരണവശാലും നമ്മുടെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സോ എങ്ങനെയെങ്കിലും ആ വലിയ കടമ്പ അത് കടക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ ചോപ്പർ ഉസോപ്പോ ആണെങ്കിൽ താഴെ സ്വിമ്മിംഗ് പൂളില് അവിടെ കിടന്ന് അർമാദിച്ച് കുളിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സോറോ ആണെങ്കിൽ ഇപ്പൊ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സോറോയ്ക്കാണെങ്കിൽ ആ കൂമയായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. മാത്രമല്ല ലൂഫിയുടെ ബോഡിയിലെ പെയിൻ
അത് സോറോയെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ ബോഡി അത് മുഴുവനായിട്ടും ഡിസ്ട്രോർഡ് ആയി പോയി. ആക്ച്വലി അപ്പോഴാണ് സോറോ അവന്റെ പവർ എന്താണെന്നും അവന്റെ വീക്ക്നെസ്സും ഒക്കെ തന്നെ തിരിച്ചറിഞ്ഞത്. ഇനി ഒരു കാരണവശാലും ആരുടെയും മുൻപിൽ തോറ്റുപോവാൻ ഞാൻ തയ്യാറല്ല. എത്ര വലിയ പെയിൻ ആണെങ്കിലും അത് ഞാൻ സഫർ ചെയ്യുമെന്ന് പറഞ്ഞ് അവനിപ്പോ കാര്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് നാമി അവൾ ടീംമേറ്റ്സിനൊക്കെ വിളിച്ചു വരുത്തി ഇപ്പോ ആ ഒരു നേവി ഹെഡ്ക്വാർട്ടേഴ്സ് അത് മറികടന്ന് എങ്ങനെ പോവാം എന്ന് ചിന്തിക്കും. അതിനുശേഷം നാമി അവളിപ്പോ റോബിനെയും ടീമിനെയും കോണ്ടാക്ട് ചെയ്യാണ്. അവരാണെങ്കിൽ ഒരു സബ്മറൈനില് അവർക്ക് പോവേണ്ട വഴി അത് ചെക്ക് ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സബ്മറീൻ ആണെങ്കിൽ കിടന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങും. അതിൽ നിന്നാണെങ്കിൽ എന്തൊക്കെയോ ശബ്ദവും കേൾക്കും. ബ്രൂക്കിനാണെങ്കിൽ പേടിയായി അവന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. ഇനി ഒരു പക്ഷേ ഈ സബ്മറിയൻ അത് പൊട്ടിത്തെറിക്കോ. അവൻ നാമിയോട് പറയും, ഞങ്ങൾ വളരെ ഡേഞ്ചറായ സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 500 മീറ്റർ താഴെയാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. മൊത്തത്തില് ഫുള്ളായിട്ട് ഡാർക്കാണ്. ബ്രൂക്ക് ആണെങ്കിൽ അങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുമ്പോ തന്നെ അവരുടെ സബ്മറിയന്റെ തൊട്ടു പുറകിലായി എന്തോ ഒരു വലിയ മോൺസ്റ്റർ അതങ്ങനെ സ്പീഡിൽ വന്ന് ഇപ്പൊ ആ ഒരു സബ്മറിയൻ അത് കടിച്ചു പറിക്കാനായിട്ട് തുടങ്ങും. ബ്രൂക്ക് ആണെങ്കിൽ പേടിച്ച് വിറച്ച് നിലവിളിക്കാനായിട്ട് ആരംഭിക്കും. ഇവിടെ നാമിയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടി വിറച്ചിരിക്കുകയാണ്. ഫ്രാങ്കി തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരിക്കലും ആ സബ്മറിയനിൽ ട്രാവൽ ചെയ്യില്ല. സാഞ്ചി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അവനുണ്ടാക്കിയ ഒരു അടിപൊളി ഡിഷുമായി വന്ന് അവർക്ക് കഴിക്കാൻ കൊടുക്കും. വാവ്, ഈ ഡിഷ് അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് അവര് വീണ്ടും ഇപ്പൊ സാഞ്ചിയെ പൊക്കി അടിക്കുകയാണ്. പക്ഷെ നാമി മാത്രം സീരിയസ് ആയിട്ട് ആ ലാക്ക് പോസ്റ്റിലേക്ക് നോക്കി നിൽക്കും. കാരണം സ്കൈ ഐലാൻഡ് പോലെ തന്നെ ഇപ്പൊ അവരുള്ള ഈ ഒരു സ്ഥലം അതും വളരെ ഡേഞ്ചർ ആണ്. എങ്ങനെ ഇവിടുന്ന് കടന്നു പോവാം എന്നായിരിക്കും അവൾ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുക. നമ്മുടെ ആൾക്കാർക്ക് പോവേണ്ടത് ഇനി ഫിഷ്മാൻ ഐലാൻഡിലേക്കാണ്. പക്ഷേ ആ റെഡ് ലൈൻ മൗണ്ടൈൻ അത് മുൻപിൽ മറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതുവഴി എങ്ങനെ പാസ് ചെയ്ത് പോകുന്നു മാത്രം നമ്മുടെ ആൾക്കാർക്ക് ഒരു എത്തുംപിടിയും കിട്ടില്ല. അപ്പൊ കറക്റ്റ് ടൈം ഇപ്പൊ ബ്രൂക്കും ടീമും മുകളിലേക്ക് വരും. പക്ഷേ അവർക്കാണെങ്കിൽ കടലിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു ബേസ് അത് മാത്രം കണ്ടുപിടിക്കാൻ പറ്റില്ല. കടലിനടിയിൽ ഒരു സീ ഫ്ലോർ ഉണ്ട്. അവിടെയാണ് ആ ഫിഷർമാൻ ഐലാൻഡ് ഉള്ളത്. നമ്മുടെ ആൾക്കാർ 5000 കിലോമീറ്റർ താഴേക്ക് പോയിട്ടും അങ്ങനെ ഒന്ന് എവിടെയും കണ്ടില്ല. അവർക്കാണെങ്കിൽ ഇനിയും ആ സബ്മറിയൻ താഴേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഇനിയും താഴേക്ക് പോയ സബ്മറിയൻ തന്നെ പൊട്ടിത്തെറിക്കും. നാമി ഒരുപാട് വിഷമിച്ച് ആക്പോസിലേക്ക് നോക്കും. അതിപ്പോഴും താഴേക്ക് തന്നെയായിരിക്കും പോയിന്റ് ചെയ്യുക. അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ ലോലയെ കുറിച്ച് ആലോചിക്കും. കുറച്ചുകൂടെ കാര്യമായിട്ട് ലോലയോട് ചോദിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും കൺഫ്യൂഷനോ പ്രോബ്ലമോ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും വീണ്ടും ആ മോൺസ്റ്ററിനെ കാണുക. അതിപ്പോ നമ്മുടെ ആൾക്കാർക്ക് നേരെ ചാടി വരാണ്. പക്ഷെ ലൂഫി ഹായ് ആയിട്ട് പറയും, ഒരു പക്ഷേ ഞാനിപ്പോ നിന്നെ കണ്ടുമുട്ടിയത് കടലിൽ വെച്ചാണെങ്കിൽ ഞാൻ പേടിച്ചേനെ. പക്ഷെ ഇപ്പൊ ഞാനുള്ളത് കടലിന് മുകളിലാണ്. ഇവിടെ പേടിക്കേണ്ടത് ഞാനല്ല, മറിച്ച് നീയാണെന്ന് പറഞ്ഞ് അതിനെ നോക്കി ചിരിക്കും. അത് കടിക്കാനായിട്ട് ഇപ്പൊ ലൂഫിയുടെ ക്ലോസ് എത്തും. ലൂഫി കൈ മടക്കി അതിന്റെ വയറ്റിലൊരൊറ്റ ഇടി. ആ ഒരു ഇടിയില് മോൺസ്റ്റർ തെറിച്ചു പോയി വീഴും. പക്ഷെ ഇടി കിട്ടി അതിന്റെ വയറ്റിൽ നിന്ന് എന്തോ 2 സാധനങ്ങൾ പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവും. അത് മറ്റൊന്നുമല്ല, അവൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സുന്ദരിയായ മർമെയ്ഡ്, അതിന്റെ കൂടെ തന്നെ ഒരു സ്റ്റാർ ഫിഷും. അതിപ്പോ കപ്പലിലേക്ക് വീണ് ഞങ്ങളിപ്പോ എവിടെയാ, ഞങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ നമ്മുടെ ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങും. മർമെയ്ഡ് ആണെങ്കിൽ ഷോക്കായി താഴേക്ക് നോക്കും. അവള് വീണ് കിടക്കുന്നത് അത് സാഞ്ചിയുടെ ദേഹത്താണ്. അവള് നോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അതിന് സാഞ്ചി പറയും, കുഴപ്പമില്ല, നീ ഇപ്പൊ സേഫാണ്, എത്ര നേരം വേണമെങ്കിലും നിനക്ക് ഇവിടെ ഇരിക്കാം. സാഞ്ചിയുടെ വലിയ റോക്കറ്റ് വിട്ട പോലുള്ള നോട്ടവും ഭാവവും ഒക്കെ കണ്ട് ആ മർമെയ്ഡ് അവളങ്ങനെ പേടിച്ചു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.